ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഓച്ചറ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ്. ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 9:30 ആയപ്പോൾ റെഡിയായി ഇരിക്കുക. പ്രമോൻ്റെ ഒരുങ്ങി ഇറങ്ങിയത് 11:30. അതിനോടുള്ള പരാതിയും പരിഭവവും എല്ലാം പറഞ്ഞ് ഞങ്ങൾ യാത്ര മുന്നോട്ട് തുടങ്ങി. അപ്പോൾ ഒരു പട്ടിക്കുട്ടി അവിടെ നിൽപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. അങ്ങനെ ഓച്ചറ അമ്പലത്തിൻ്റെ വാതിക്കലെത്തി കേട്ടോ. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തണലിൽ നോക്കി വേണം വെക്കേണ്ടത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറാമെന്ന് പ്രമോൻ്റെ പറഞ്ഞു. ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അമ്പല ഗ്രൗണ്ടിലേക്ക് കയറേണ്ട. അമ്പലത്തിൻ്റെ വാതിക്കലെത്തിയപ്പോഴാണെങ്കിൽ നല്ല പാട്ടുകളും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. വണ്ടി തിരക്ക് മൂലം അപ്പുറത്ത് ഇറങ്ങാൻ പറ്റാതെ നിൽക്കുവാണേ. വളരെ ചെറുപ്പം ചെന്ന കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആൾക്കാർ വരെ ഈ കളിക്ക് വേണ്ടി ഓച്ചറ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രമോൻ്റാണെങ്കിൽ വെയിലും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കുടയെടുക്കണമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗത്തിലായിരുന്നു പ്രമോൻ്റിന് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാമെന്ന് വിചാരിച്ച് അമ്പലത്തിലെല്ലാം തൊഴാൻ വേണ്ടി അങ്ങോട്ട് പോയി. തൊഴുത് കഴിഞ്ഞിട്ട് കണ്ടത്തിലോട്ട് പോകാമെന്നാണ് പ്രമോൻ്റെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുതേച്ച് കണ്ടത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിനിടയ്ക്ക് വെച്ച് 1-2 പരിചയക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടെല്ലാം സംസാരിച്ച് നിന്നേച്ച് ഞങ്ങൾ പതുക്കനെ അമ്പലത്തിന്റെ കണ്ടത്തിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ ഒരു ദിവസം 23 ഡയാലിസിസ് രോഗികൾക്ക് തികച്ചും സൗജന്യമായി ഡയാലിസിസ് നടത്തിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ധർമ്മനിരതമായി മുന്നോട്ട് പോകുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തോട്ടത്തിൽ സത്യവർഗൽ പ്രശാന്തി പരിഹരിക്കുന്ന പ്രകാശൻ രക്ഷാധികാരി ശരത്കുമാർ കാര്യസമിതികളായ കെ പി ചന്ദ്രൻ ചൂടാട്ട് വിജയപിള്ള രഘുനാഥപിള്ള ഗോപാലകൃഷ്ണപിള്ള രാമദാസ് കോട്ടക്കിപ്പൻ രാജൻ തുടങ്ങിയ കാര്യനിർവഹണ സമിതി അംഗങ്ങളും ഭരണസമിതി മെമ്പർമാരും പ്രവർത്തക സമിതി അംഗങ്ങളും ഒരു മാസക്കാലമായി ഈ ആയോധനകല അന്യം നിന്ന് പോകുവാതിരിക്കുവാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഈ പൂ കാണാൻ വേണ്ടി. ഇതിൽ ക്യാമറയിൽ എത്രത്തോളം വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്താൻ മറക്കരുതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരിച്ച് പോകാമെന്ന്. കാരണം 2:30 തിരികെ വയലിനുണ്ട്. വയലിൻ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി ചുറ്റിക്കറങ്ങി 2 പ്ലേറ്റ് മുളക് ബജ്ജി അല്ല കോളിഫ്ലവറും 2 കരിമ്പിൻ ജ്യൂസും കുടിച്ചു തിരിച്ചു വന്ന്. ഇനി എന്നെ ആ കടയുടെ വാതിക്ക് നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് പ്രമോൻ്റിന് മനസ്സിലായി. ഞാൻ അടുത്തടുത്തോട്ട് പിടിക്കാൻ പോകും. അതുകൊണ്ടാണ് പ്രമോൻ്റൻ പറഞ്ഞ് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.